ഏഴിന്റെ പട്ടി എഴുന്നേറ്റുള്ള എഴുന്നേറ്റ്. ഏതാണ്ട് ചോദിക്കുന്നു. അഖിലേ, ഏഴിന്റെ പട്ടിക ചൊല്ലാൻ. ഏഴിന്റെ ഇല്ലയോ? ആ അല്ല, ഏഴിന്റെ അവൻ കേട്ടിട്ടില്ല. 7 ഇത് എഴുതിയത് ആര്? അതാ ഞാനാ. ഈ 7 14 ലോഹം. ഞാൻ കണ്ടോണ്ടിരിക്കുവാ ഇപ്പൊ. ഞാൻ കണ്ടോണ്ടിരിക്കുവാ. കൈയൊക്കെ നീട്ടിക്കോ. എഴുതിയത് ഞാന്. അവിടെ ഇരിക്കട്ടെ. എഴുതിയത് ആര്? എഴുതിയത് ആര്? ചുമന്നല്ലോ ചുമന്ന്. അടുത്തത് ഒരു മനക്കണക്കാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. മനക്കണക്ക്. ആ, അതെടുത്ത് അങ്ങോട്ട് വെക്ക്. മനക്കണ. അപ്പൊ ബുക്ക് വേണ്ട. എന്റെ കയ്യിൽ 7 തേങ്ങയുണ്ട്. എവിടുന്ന് കിട്ടി സാറേ? 2 എണ്ണം അഖിലിന് കൊടുത്തു. എനിക്ക് വേണ്ട, വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനക്കണക്കാടാ. മനക്കണക്കാണ്. 3 എണ്ണം സുമേഷിന് കൊടുത്തു. ബാക്കി എത്ര തേങ്ങയുണ്ട്? സാറേ ഞാൻ ചോദിക്കട്ടെ, സാറെന്തിനു സുമേഷ് ഇപ്പൊ തേങ്ങ കൊടുക്കാൻ പോയി? അവന്റെ വീട്ടിൽ 3 തെങ്ങുണ്ട്. ഇഷ്ടംപോലെ കാശുള്ളടുത്താണ് അവൻ. അവന്റെ സന്ധ്യക്കാണ്. സന്ധ്യയുടെ കാര്യം പറ. അല്ല മഞ്ജുവിന്റെ വീട്ടിൽ ഒരു വകയില്ല. അല്ലാണ്ട് അവൾ ചോറ് കൊണ്ടുവന്ന് മുളക് കുഴച്ച് മാത്രം കൊണ്ടുവന്ന് ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരച്ചോണ്ട് വരത്തില്ലേ? എന്താ വൃത്തിയാണ് സാറേ ഇത്? പാവങ്ങൾക്ക് വേണ്ട, ഒരു 10 കിലോ ചേർത്ത് സാധനം മേടിച്ചു കൂടെ? പിന്നെ പുണ്യം കിട്ടത്തില്ലയോ? എല്ലാം ഉള്ളടത്ത് കൊണ്ട് തേങ്ങ കൊണ്ട് മനക്കണക്ക് പറയുമ്പോ കയറി വന്നേടാ.